തന്നെ ഇത് വന്ധ്യംകരണം ഒരു നല്ല നടപടിയാണ്. പക്ഷേ ഇത്രയും നായയെ വന്ധ്യംകരിക്കാനുള്ള സിസ്റ്റം ഇന്നിപ്പോൾ കേരളത്തിലില്ല. അപ്പോൾ സ്വാഭാവികമായും ഉപദ്രവിക്കുന്ന നായകളെ കൊല്ലുന്നതോടൊപ്പം വന്ധ്യംകരണത്തിനും കൂടെയുള്ള നീക്കം നടത്തണം. എന്തായാലും ഈ സിരിജഗൻ കമ്മിറ്റിയുടെ മുമ്പാകെ കേരളത്തിൽ ആക്രമിക്കപ്പെട്ട നായ്ക്കളുടെ പറ്റിയ ആളുകളെ മുഴുവൻ കൊണ്ടുപോയി ആ കമ്മീഷന് മുന്നിൽ പരാതി കൊടുപ്പിക്കുക എന്നുള്ളതാണ് കേരളം ആദ്യം ചെയ്യേണ്ടത്. സിരിജഗൻ കമ്മിറ്റി കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ ഒരു സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാകാൻ പോകുന്നത്. ആ വിധി സ്വാഭാവികമായിട്ടും നായ്ക്കളെ കൊല്ലാം എന്നാണ് വരുന്നത്. സർക്കാരിൽ തന്നെ നായ്പ്രേമികൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ടോ? കാരണം ഈ സത്യവാങ്മൂലത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ ബിജുവിനോട് ചോദിച്ചില്ല. സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ ഈ വിഷയമെല്ലാം ഈ പ്രശ്നം എല്ലാം ഉണ്ടാകുമ്പോഴാണ് ഈ പുല്ലുവിളയിലെ കൊലപാതകം അടക്കം സംഭവിച്ചതിന് ശേഷം കൊടുത്ത സത്യവാങ്മൂലത്തിൽ ആ വിഷയം പരാമർശിച്ചിട്ടില്ല. നായ്ക്കളെ അതിനു മുമ്പ് ജനങ്ങളോട് പറഞ്ഞത്, ഈ സർക്കാർ പറഞ്ഞത് ജനങ്ങളോട് പറഞ്ഞത് ആക്രമണകാരികളായ നായ്ക്കളെ കൊല്ലുമെന്നാണ്. ആ വിഷയം പരാമർശിച്ചിട്ടില്ല. വന്ധ്യീകരണ പദ്ധതിയെക്കുറിച്ച് വിശദമായി പറയുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകളിൽ നായ്ക്കളെ ഇനി പോലീസിലേക്ക് എടുക്കാൻ പോവുകയാണ് എന്നതുകൂടിയാണ് ഈ സർക്കാരിൻ്റെ പദ്ധതിയായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒട്ടും കൺവിൻസിങ് അല്ല. അതെല്ലാം കൺവിൻസിങ് ആണ്, ഒരു പ്രശ്നമില്ല. എൻ്റെ പ്രശ്നം എന്താ, അക്രമകാരികളായ നായ്ക്കളെ കൊല്ലാം, അത് സുപ്രീം കോടതി വിധിയാണ്. ഒരു പോലീസിനും കേസെടുക്കാൻ പറ്റില്ല. ഇവരെന്ത് ന്യായം പറഞ്ഞാലും കൊച്ചു 2-3 വയസ്സുള്ള കൊച്ചുങ്ങളെ പോലും പഞ്ചായത്ത് മെമ്പർക്കെതിരെ കൂടിയാണ് പറയുന്നത്. അക്രമകാരിയായിട്ടുള്ള നായ്ക്കളെ കൊന്നതിന്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല. സുപ്രീം കോടതി വിധി ലോ ഓഫ് ദി ലാൻഡ് ആണ്. അതാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. എങ്ങനെയാണ് കേസ്? പട്ടികൾ ആക്രമണകാരികളാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് ഇനി സർക്കാർ തെളിയിക്കാൻ പോകുന്നത്? സർക്കാരല്ല. ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ പോലീസ് ഇത്തരം കേസുകൾ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ കുറച്ചുകൂടി ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കണം. കാരണം എന്ന് വെച്ചാൽ അക്രമകാരി അല്ല എന്ന് തെളിയിക്കാൻ പോലീസ് പോകേണ്ട കാര്യമില്ലല്ലോ. അക്രമകാരി ആയതുകൊണ്ടായിരിക്കുമല്ലോ പോലീസ് ഈ നാട്ടുകാരടിച്ച് കൊല്ലുന്നത്. അതല്ല പോയി തെളിയിക്കേണ്ട ബാധ്യതയൊന്നും പോലീസിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ, ഗവൺമെൻറ് അല്ലല്ലോ. ഗവൺമെൻറ് ശക്തമായൊരു നിലപാട് സ്വീകരിച്ച് മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. പിറ്റേ ദിവസം കണ്ടംപ്റ്റ് എന്താ പറഞ്ഞത്? പ്രശാന്ത് ഭൂഷൺ കണ്ടംപ്റ്റ് വന്നാൽ ഒരു പക്ഷേ സുപ്രീം കോടതി പറയുകയാണ് ആ തൽക്കാലം സ്റ്റാറ്റസ് കോ നിൽക്കട്ടെ, ഒന്നും കൊല്ലണ്ട, ക്രൂവൽ ടു ആനിമൽ ആക്ട് അത് നിൽക്കട്ടെ, ബാക്കി നമുക്ക് കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് പരിശോധിക്കാം. അപ്പോൾ ഇവരെന്ത് പറയും? അപ്പോൾ ഇത് എല്ലാം തുടർ നടപടികളിലേക്ക് പോകുമ്പോൾ സത്യവാങ്മൂലത്തിൽ നിയമപരമായി ആ പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം സത്യവാങ്മൂലം അതിലേക്ക് അവതരിപ്പിച്ചതെന്ന് വെക്കാം. പക്ഷേ പിന്നീട് വരുന്ന നടപടികളിൽ ഈ അത് സർക്കാരിന്റെ നയം ആദ്യത്തെ പ്രഖ്യാപനത്തിലെ ആർജവം കാണുന്നില്ല എന്നതാണ്. കെ ടി ജലീൽ പോലും ആദ്യം പറഞ്ഞ ആ ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ഇല്ല. അല്ല, രണ്ട് രീതിയിൽ ഈ പ്രശ്നം കൈകാര്യം ചെയ്യും. ഒന്ന്, ഗവൺമെന്റിന് കർശനമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് പറയാം, അത് നിയമപരമായി ഗവൺമെൻറ്റിന് അവകാശമുണ്ട്. എന്താണ്? അക്രമകാരികളായ ജനങ്ങളെ കടിച്ചു കയറാൻ നിൽക്കുന്ന, ജനങ്ങളെ ഉപദ്രവിക്കുന്ന നായ്ക്കളെ കൊല്ലാനുള്ള അവകാശം ഉണ്ട്. അത് പഞ്ചായത്തുകൾ അത് ഏറ്റെടുത്ത് നടത്തണം. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണമൊക്കെ വരുത്താൻ പറ്റും. കാരണം നിയമം അനുവദിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സിരിജഗൻ സുപ്രീം കോടതി തന്നെ ഒരു ജഡ്ജിയെ കമ്മീഷനായിട്ട് വളരെ സീരിയസ് ആയിട്ട് അവരെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ കമ്മീഷന് മുമ്പായി കേരളത്തിൽ മാത്രം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഡെൻസിറ്റി പോപ്പുലേഷൻ കൂടുതലാണ്, ഈ ചവർ വലിച്ചെറിയുന്ന പ്രശ്നം, അതൊക്കെ സമഗ്ര പദ്ധതികളിലൂടെ മാത്രമേ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. ഒരു ദിവസം വന്നിരുന്ന ഒരു TV ചർച്ചയിലൂടെ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിൽ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ജനങ്ങളുടെ ഡെൻസിറ്റി കൂടുതലാണ്, ഇവിടെ ആൾക്കാർ വലിച്ചെറിയുന്ന ഒരു ശീലമുണ്ട്, അതെല്ലാം പരിഹരിക്കണം. അതെ, ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് ഗവൺമെൻറ് സമഗ്രമായ ഒരു 1-2 വർഷം എടുത്തുള്ള സമഗ്രമായ പദ്ധതി തയ്യാറാക്കണം, അത് നടപ്പിലാക്കണം. അപ്പോൾ ആ പ്രശ്നത്തിലൂടെ കുറേ അധികം പ്രശ്നം പരിഹരിക്കാൻ കഴിയും. വന്ധീകരണം മാത്രം നടത്തിയാൽ അക്രമകാരികളായിട്ടുള്ള നായ്ക്കളെയൊന്നും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നാട്ടിൽ അംഗീകരിക്കാൻ കഴിയില്ല. വളരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ നിയമപരമായിട്ടുള്ള അവകാശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊണ്ട് അതിനകത്ത് ഒരു കേസ് കൊടുക്കാം. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോസ് മാവേലി, ഇപ്പോൾ എറണാകുളത്ത് തന്നെ സംഭവിച്ചിരിക്കുന്നത്, ഞാറക്കൽ സംഭവിച്ചിരിക്കുന്നത് തന്നെ എടുത്ത് പരിശോധിച്ചാൽ അത് സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു ഉറച്ച നിലപാടുണ്ടെങ്കിൽ അങ്ങനെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ? ഇവിടെ സർക്കാർ ബഹുമാനപ്പെട്ട KT ജലീൽ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അക്രമകാരികൾ തിരുനായ്ക്കളെ കൊല്ലാമെന്ന് വളരെ വിശദമായി പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഇനി പോലീസ് പിന്നെ എന്താണ് ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് എനിക്ക് അറിയാമില്ല. അപ്പോൾ പോലീസുകാർക്ക് ഇതിനകത്ത് കോഴ കിട്ടണമെന്ന് സംശയമുണ്ട് എനിക്കിപ്പോൾ. ഇതിപ്പോൾ ഈ നായസ്നേഹികൾക്ക് കണ്ടാനും പൈസ കിട്ടാണല്ലോ, ആ പൈസയുടെയൊക്കെ ഒരു വിഹിതം ഇവർ കൊടുത്തായിരിക്കും. ഇതെന്താ ഇവിടെ നടക്കണമെന്ന് ആർക്കറിയാം? ഏതായാലും പോലീസല്ല ആരെന്ന് കേസ് കൊടുത്താലും ജനങ്ങളുടെ കഷ്ടപ്പാട് മാറ്റണമെങ്കിൽ ഇത് മാറ്റം വരണം. തിരുനായ്ക്കളെ കൊല്ലുക തന്നെ വേണം. അതിനിപ്പോൾ വന്ന കേസ് എടുക്കാനായിട്ടൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാളെ എനിക്കിപ്പോൾ 5 കേസായി, 5ാമത്തെ കേസാണ്. എന്നെപ്പോൾ എന്താണ് എനിക്ക് കൂടി എന്നാൽ 1 ദിവസമോ 2 ദിവസം വേണ്ടി ജയിലിൽ പോയി കണ്ടു വരും. എനിക്ക് യാതൊരു പേടിയില്ല. എന്നെപ്പോലെ എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
ഇപ്പോൾ ഞാൻ അഞ്ച് സ്ഥലത്ത് ഞാൻ പോലീസ് സ്റ്റേഷൻ കേസുണ്ട്. എന്നെ കോടതി പോയി ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. എന്ത് വന്നാലും നേരിടാം നമുക്ക്. കാരണം വെച്ചാൽ ഞാൻ കാരണമാണെങ്കിലും കുറേ പേര് രക്ഷപ്പെട്ടിട്ട് എത്രയോ പാവങ്ങൾ ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് CPM-ന്റെ DYFI പ്രവർത്തകർ ഇന്നിപ്പോൾ ഇതിന് മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ മിനി രാജുവിൻ്റെ കൂട്ടത്തിൽ ഇന്ന് റെഡ് ആർമി എന്ന് പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടന എന്തായാലും വൈപ്പിൻ മേഖല സംഭവിക്കാൻ പോകുന്നില്ല. കാരണം സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ മാർഗമൊന്നുമില്ല. ആർക്കെങ്കിലും സ്വന്തമായി വേണമെങ്കിൽ അയലത്തലയിൽ എലിവേഷൻ വെക്കേണ്ടി വരും. ഇല്ല, ആർക്കും ഒരു പേടിയില്ല. ഒന്നും സംഭവിക്കാൻ പോണില്ല. കാരണം എന്താണ്, മനുഷ്യന് ജീവനം വലുത്. ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇപ്പോൾ ഓൾറെഡി ഒപ്പിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 100 പേര് ഒപ്പിട്ട് കഴിഞ്ഞു. ഞങ്ങൾ റെഡിയാന്ന് പറഞ്ഞ് 100 ചെറുപ്പക്കാർ റെഡ് ആർമി ചെറുപ്പക്കാർ വന്നിരിക്കുകയാണ്. DYFI പ്രവർത്തകർ വന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആൾക്കാരുടെ, നമ്മുടെ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ വന്നിരിക്കുന്നത്. പിന്നെ എന്തിനു പേടിക്കുന്നവരൊക്കെ? എന്തായാലും പോലീസിന്റെ നയമൊക്കെ മാറും. പോലീസൊക്കെ വെറുതെ നോക്കൂത്തിയായി മാറിക്കോളും. ഇത് കുഴപ്പമില്ല. എല്ലാ തെരുവുനായ്ക്കളും നമുക്ക് വന്നെടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. മനുഷ്യർക്ക് ജീവിക്കണ്ടേ, പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ? ക്രൂരത എന്നതാണോ, അശാസ്ത്രീയത എന്നതാണോ നായ്പ്രേമികളെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയൊക്കെ അലട്ടുന്ന പ്രശ്നം എന്ന് പരിശോധിക്കാൻ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം